ഹലോ. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. നാട്ടിലുള്ള ടൈമിൽ പോയതാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ പോകുന്ന വക്കിന് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ നിർത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പോയതെന്ന് വെച്ചാൽ ഇക്കയും ഇക്കാൻ്റെ ഫ്രണ്ടും വൈഫും അതുപോലെ തന്നെ ഞാനും മോളും കൂട്ടായിട്ട് ആണ് പോയത്. അപ്പം ഇന്നുമായിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഇത്. ഇക്കയും ഞാനും മോളുമായിട്ട് പോകുന്ന ഫസ്റ്റ് ട്രിപ്പാണ്. മുന്നേക്ക് ഇല്ലാതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ മൈസൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ റിസോർട്ടിലൊക്കെ പോകുന്നത് ഇന്നുവിനെ കൂട്ടിയിട്ട് ആദ്യമായിട്ടാണ്. പിന്നെ ഇളനീർ പോകുന്ന പോക്കിൻ്റെ ഇളനീർ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസോർട്ടിൻ്റെ താഴെത്തിയപ്പം അവിടെ പോത്തുംകാലൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. റിസോർട്ടിൻ്റെ താഴെ തന്നെയാണ്. എന്നിട്ട് അവിടെ നിന്നും നല്ല പോത്തും കാലും അതുപോലെ തന്നെ പൊറോട്ടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ അപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നെയ്ച്ചോറും എല്ലാം ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് പൊറോട്ടയാണ്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ റിസോർട്ടിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ലഗേജൊക്കെ ഇറക്കി പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറാണ്. അപ്പം ഇന്നൂസും ഇക്കയും സെയിം കളർ കോമ്പിനേഷനിലുള്ള ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായത്. അപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിവിടെ വന്ന ടൈമിൽ നമുക്ക് കിട്ടിയത് വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സർബത്തില്ലേ, ആ ഒരു ടേസ്റ്റ് വരുന്നൊരു സംഭവമാണ്. അതെന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയില്ല. അതിൽ പുതിനയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കുടിച്ചു. പിന്നെ ഇപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാണ്. റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം ഇതാണ് റൂം. അപ്പോൾ റൂമിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരലാണ്. പിന്നെ ഇതിൽ ഈ റൂമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഫുഡും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അല്ലാത്തത് നമുക്ക് വേണമെങ്കിൽ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ക്യാഷ് പോകുന്ന ടൈമിൽ പേ ചെയ്താൽ മതി. പിന്നെ ഇതാണ് ബാത്റൂം വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇന്നൂസ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിസോർട്ടിലൊക്കെ വന്നിട്ട് സ്റ്റേ ചെയ്യുന്നത്. അപ്പം ആൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണിയിലെ വ്യൂ എന്ന് പറയുന്നത്. അത് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ രണ്ടാൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. ചായക്ക് കുടിക്കാനും സ്നാക്സ് കഴിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പം ഇതാണ് ബാൽക്കണി എന്ന് പറയുന്നത്. ഇനി ബാൽക്കണി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. അപ്പം ഇവിടെ കുരങ്ങന് അങ്ങനെയൊക്കെ വന്നിരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോകുന്നതിൻ്റെ ഉള്ളിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിട്ടില്ല. വണ്ടിയിലുണ്ടായിട്ടില്ല, ഒപ്പം കണ്ടിട്ടുണ്ടായിട്ടില്ല. മുന്നേ ഇവിടെ വന്ന ആൾക്കാർ വ്ലോഗ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, കുരങ്ങനൊക്കെ വന്നിട്ട് ഗ്ലാസിൻ്റെ മുകളിലിരിക്കുന്നതൊക്കെ. അപ്പം അതൊന്നും അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതാണ് നമ്മളെ റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. എന്നുവെച്ച് പിന്നെ എല്ലാം നോക്കലാണ്, എന്തൊക്കെയാണ് ഉള്ളത് എല്ലാം ചെക്ക് ചെയ്യലാണ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നോസിനെ കളിപ്പിക്കാനും ഒക്കെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പം ഞാനും ഇന്നും കൂടെ ഇവിടെ നിന്നിങ്ങനെ കളിക്കലൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ള ഇക്കാൻ്റെ ഫ്രണ്ടും വൈഫും അതുപോലെ തന്നെ ഇക്കയും കൂടിയിട്ട് അഡ്വഞ്ചറസ് സ്പേസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ എന്തായാലും പോകാൻ കഴിയില്ല, പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പം ഇന്നൂസും ഞാനും കൂടെ ഇങ്ങനെ താഴ്ന്ന് കളിക്കലുണ്ടായേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ വന്നതിന് ശേഷം നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ സ്വിമ്മിങ് പൂളിലേക്ക് വന്നതാണ്. പൂളിൽ വന്നിട്ട് നമുക്ക് പൂൾ വന്നിട്ടുള്ളത് വലിയാൾക്ക് കളിക്കുന്നതുകൊണ്ട് ചെറിയാൾക്ക് കളിക്കുന്നതുകൊണ്ട്. അപ്പം ഇന്നുവിനെ ഫസ്റ്റ് നമ്മൾ ചെറിയ കുട്ടികൾ കളിക്കുന്നതിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നു ഇക്കാൻ്റെ കൂടെ വലിയ പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കലായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളം. അപ്പം ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ ഇനി കുറച്ച് തണുത്ത് വിറച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സെറ്റായി. പിന്നെ അവൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുകയാണ്. മാക്സിമം നല്ലോണം എൻജോയ് ചെയ്തത് ന്യൂസ് തന്നെയാണ് കേട്ടോ. അപ്പം കുറച്ചധികം നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. അതിന് മുന്നേ നമുക്കിവിടെ പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായത്. പാട്ടൊക്കെ ഈ ദിവസം നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഇവിടുന്ന് സൈഡിൽ നിന്ന്. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പം അത് കാണാണ്ട് എടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ അതൊക്കെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ കേക്കായാലും ഡെസേർട്ടായാലും പുഡിംഗ് ആയാലും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് കേട്ടോ. ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാലഡ്സും കുറേ വെറൈറ്റീസ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പേര് പറയാനുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ എടുത്ത് നമ്മൾ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വയനാടിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കിയതും അതുകൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊരു ലൈബ്രറി സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ല രസമുണ്ടായിരുന്നു. ഇത് റിസപ്ഷൻ്റെ അടുത്താണ് കേട്ടോ വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. കാരണം വേണ്ടിച്ച് ന്യൂസ് അതിൽ ഓരോ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കലാണ് അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി കിടന്നിറങ്ങി. ഇനിയിപ്പോൾ രാവിലത്തെ വ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. രാവിലെ ന്യൂസ് നല്ല ഉറക്കമായിരുന്നു. ഫ്രഷ് ആകാൻ വേണ്ടി ബാത്റൂമിൽ പോയ ടൈമിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വ്യൂ എടുക്കുന്നത്. അപ്പം രാവിലെ തന്നെ കർട്ടനൊക്കെ ഓപ്പൺ ചെയ്തു. ബാൽക്കണിയിലോട്ട് പോവാണ്. നല്ലൊരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് നമ്മൾ റൂമിൽ തന്നെ നമുക്ക് ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ചായയൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റിയ. അപ്പം അത് ഇട്ടിട്ട് ഞാനിതാ നല്ലൊരു വ്യൂ കണ്ടുകൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നമ്മൾ ബാൽക്കണിയിലോട്ട് പോവാണ്. രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പൊക്കെ കണ്ടിച്ച് ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ വേറെ തന്നെ ഒരു വൈബല്ലേ. അപ്പം അങ്ങനെ ഒരു ലെവലിൽ എന്നാണ്. അപ്പോൾ ഇക്കാക്കും ചായയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇക്കാനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഫ്രഷായിട്ട് വന്നു. ഇനിയിപ്പം ചായയൊക്കെ കുടിച്ചിട്ട് നമുക്കിനിപ്പം ആക്ടിവിറ്റി ഏരിയയിൽ പോകാനുണ്ട്. നമുക്ക് 12 മണിയാകുമ്പോഴേക്ക് ഇവിടെ നിന്ന് വിടണം. അപ്പം ഇതിപ്പോൾ രാവിലെ ഒരു 8 മണി ആയിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഇതാ ബാൽക്കണിയൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇന്നസ് നോക്കലാണ്. ഇന്നസ് എന്താണെന്നറിയില്ല, സാധാരണ ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങൽ. അതുപോലെ തന്നെ രാവിലെ എണീക്കാൻ ഒരുപാട് ലേറ്റ് ആവലുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ റിസോർട്ടിൽ വന്ന ടൈമിൽ രാത്രി ഒരു 11 മണിയാകുമ്പോൾ തന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ മോർണിംഗിൽ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഇത് റിസോർട്ട് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് എൻജോയ് ചെയ്തത് ഇന്നോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ അതിവരോളം തിന്നാന്ന് പറയുന്നില്ലേ, അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നോസാണ് കേട്ടോ അവിടുത്തെ മീനിനൊക്കെ ഫുഡൊക്കെ കൊടുത്തത്. അപ്പം ആൾ മൊത്തത്തിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് റിസപ്ഷൻ നമ്മൾ എൻട്രൻസിൽ കയറുന്നിടത്തുള്ളൊരു ചെറിയൊരു മീനൊക്കെ ഉള്ളൊരു സെറ്റപ്പായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആക്ടിവിറ്റി ഏരിയയിൽ പോവാണ്. നമ്മൾ വന്നന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല, അതുകൊണ്ട് നമ്മളിന്ന് പോക്കാണ്. അപ്പം അവിടെ എന്ന് വെച്ചാൽ വലിയ കളിക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കേണ്ട ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ എൻ്റെ സൗണ്ട് എന്ന് വെച്ചാൽ ഫീവർ വന്നുകൊണ്ട് തന്നെ സൗണ്ടൊക്കെ കുറച്ച് പ്രശ്നമാണ്. അതാണ് ഇങ്ങനത്തെ ഒരു വോയിസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഇടാനും കുറച്ചധികം ലേറ്റായത്. അപ്പം ഒരുപാട് ലേറ്റായി പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സൗണ്ട് വെച്ചിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി ഏരിയ എന്ന് പറയുന്നത്. കുട്ടികളത് വലിയൊക്കെ ക്യാരംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീഡിയോ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെയും ഒരു ബാൽക്കണി പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. നല്ലോണം കളിക്കാനൊക്കെ, അതായത് നല്ലൊരു വ്യൂ ഉള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ താഴെ
ഫുട്ബോൾ കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇക്കയും ഇന്നൂസും കൂടിയിട്ട് ഫുട്ബോൾ കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇക്കയും ഇന്നൂസും കൂടിയിട്ട് ഫുട്ബോളൊക്കെ കളിക്കാൻ കേട്ടോ. ആൾക്ക് ബോൾ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. അപ്പം അവിടുന്ന് ബോൾ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം അങ്ങനെ അതൊക്കെ കളിച്ചു. പിന്നെ റൂമിലെത്തി നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന പോക്കിൽ വയനാട്ടിൽ തന്നെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് കിട്ടുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോകുന്ന പോക്കിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ള ലെവലിൽ നമ്മളെ ഒരു ഊണുമുറിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതായത് നല്ല ചോറും മീൻ കറിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ മടങ്ങലാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.